ആത്മഹത്യ ചെയ്ത BJP കൗൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ സംഘത്തിൽ നടന്ന വ്യാപക ക്രമക്കേട്. സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. ജില്ലാ ഫാം ടൂറിസം സഹകരണ സംഘത്തിന്റെ ആസ്തിയും ബാധ്യതകളും തമ്മിൽ 1 കോടിയുടെ അന്തരമുണ്ട്. സി ക്ലാസ് സംഘങ്ങൾക്ക് വഴിവിട്ട് വായ്പ അനുവദിച്ചിട്ടുണ്ട്. ചട്ടവിരുദ്ധമായി വായ്പ നൽകിയതിലൂടെ 2,54,00,000 രൂപ കുടിശ്ശികയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം? അജിംസെ, തിരുവനന്തപുരം ജില്ലാ ഫാം ടൂറിസം സഹകരണ സംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 6 ഗുരുതരമായ ക്രമക്കേടുകളാണ് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്, കേരള സഹകരണ സംഘം രജിസ്ട്രാർഡ് സർക്കുലർ പ്രകാരമുള്ള ജാമ്യ വ്യവസ്ഥ പാലിക്കാതെ വായ്പകളും പ്രതിമാസ നിക്ഷേപ പദ്ധതി തുകകളും വിതരണം ചെയ്തു എന്നുള്ളതാണ്. മറ്റൊന്ന്, സംഘത്തിലെ സ്ഥിര നിക്ഷേപത്തിന് അധിക പലിശ നൽകി എന്നു. മൂന്നാമത്, അനധികൃതമായി താൽക്കാലിക ജീവനക്കാരെയും കളക്ഷൻ ഏജന്റുമാരെയും നിയമിച്ചു. സംഘം പ്രസിഡന്റ് അഡ്വാൻസായി തുക കൈപ്പറ്റി. സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകി. സഹകരണ വകുപ്പിന്റെ അനുമതി ലഭിക്കാതെ തന്നെ പൊതു ഫണ്ട് ചെലവഴിച്ച് എന്നും ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതമാണ് സഹകരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം തുറന്നു പറയുന്നത്, തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 1969 കേരള സഹകരണ സംഘ നിയമം 66 വകുപ്പ് പ്രകാരം അന്വേഷണം നടത്തുകയും ക്രമക്കേട് നടത്തിയവരിൽ നിന്നും തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുമാണ് ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്നത്. അജിത്, ശരി.